എല്ലാവർക്കും നമസ്കാരം. 2026 ജൂലൈ 10 വെള്ളി ഡീസൽ ബാലരംഗം കൊച്ചേറ്റിന്റെ കത്ത്. വസീഞ്ഞോ പരിഹാസം പായസമാക്കാം. പ്രിയ ഡീസൽ കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർഡിയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കളികൾ ഭിത്തിയിലടിച്ചത്. തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്ത് നാനാ വശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ഗോളുകൾ തടഞ്ഞെടുക്കപ്പെട്ട ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകിയ ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തന്റെ കൊച്ചു രാജ്യത്തിന്റെ വിലാസം ആകാശത്തോളം ഉയർന്ന് ആ കളിക്കളത്തിലെ ആ കാരണക്കാരുടെ പേര് ജോസ്മീർ ജോസെ എവറോ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വസീഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിസെന്റ് ദ്വീപ് അതിദരിദ്രനായി ജനിച്ച വസീഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിന്റെ പേരിൽ കുന്നുമുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വസീഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയുടെ അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കലം കിടപ്പാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശ്രമങ്ങൾ പരിഹസിച്ചിരിക്കവേ വസീഞ്ഞോയായി മാറിയത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുത്തെടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്ത് വസീഞ്ഞോ ആയത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ ടീമുകൾ കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വസീഞ്ഞോ ആയിരുന്നു. പ്രിയ കൂട്ടുകാരെ, വസീഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരന്റെ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോക താരങ്ങളെ ചാട്ടുളി പന്തായിരുന്നോ? അല്ലേ? കളിക്കളത്തിൽ അയാൾ സാഗുതം സശ്രദ്ധ ഗോൾ മുഖത്ത് മിഴിപൂട്ടിയതെന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശി പിടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്നെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തെറ്റിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിന്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച മുത്തശ്ശി എന്ന പരിഹാസ പേരുണ്ടായ തന്റെ ജീവിതത്തിന്റെ മധുരത്തിന്റെ പായസമാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വിളിച്ചെറിഞ്ഞ അപേക്ഷകൾ അയാൾ തന്റെ പ്രതിരോധ ശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തിന് ഉയർന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറിയിൽ നിന്ന് കമന്റ് അടിക്കുന്നവർ മെയ്യനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചിൻ.